Hi all, welcome to Competitive Cracker. I am Karen. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അതായത് നമ്മുടെ നെറ്റ് മാനേജ്മെന്റിന്റെ സിലബസിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ഒരു കണ്ടന്റ് ആണ് കൺസ്യൂമർ ബിഹേവിയറും അതിന്റെ വേരിയസ് തിയറീസ് ആൻഡ് മോഡൽസും. ഇന്നപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ കൺസ്യൂമർ ബിഹേവിയർ എന്താണെന്ന് നോക്കും. അതോടൊപ്പം തന്നെ അതിൻ്റെ അകത്തെ EKB മോഡലിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യമേ തന്നെ എന്താണ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് നമുക്ക് നോക്കാം. കൺസ്യൂമർ ബിഹേവിയർ, ഇറ്റ്സ് ദ ബിഹേവിയർ ഓഫ് ദി കൺസ്യൂമർ. അതാണ് നമ്മൾ സ്റ്റഡി ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു കൺസ്യൂമർ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രൊഡക്റ്റ് മാത്രമല്ല, സർവീസ് ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അതിനുമായിട്ട് അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ആണ് അഡ്വർടൈസിങ് പോലത്തെ ഇൻഫർമേഷനൊക്കെ അവർ ഇവാലുവേറ്റ് ചെയ്യും. ഈ പ്രോഡക്റ്റ് വേറെ ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ യൂസേഴ്സിനോട് അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടും ഒക്കെയാണ് ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്. സോ ഒരു പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടാണ് ഒരു കൺസ്യൂമർ ഒരു ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് സ്റ്റഡിയാണ് നമ്മൾ ശരിക്കും കൺസ്യൂമർ ബിഹേവിയർ എന്ന് തന്നെ പറയുന്നത്. സോ കൺസ്യൂമർ ബിഹേവിയറിൻ്റെ അകത്ത് വരുന്നത് എന്താണ്? It is the actions, decisions that people or households make when they choose, buy, use and dispose of the product or service. ഒരു പ്രൊഡക്റ്റോ സർവീസോ അത് വാങ്ങിക്കാനും ഉപയോഗിക്കാനും ഒക്കെ എടുക്കുന്ന ചില ആക്ഷൻസും പ്രോസസ്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കണ്ടന്റ് ആണ്, കോൺസെപ്റ്റ് ആണ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. ഇനിയും ഈ ഒരു കൺസ്യൂമർ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ നമ്മൾ പല പല ആസ്പെക്റ്റിൽ നിന്ന് ചിന്തിക്കണം. അതായത് വെറുതെ അത് മാനേജ്മെന്റിന്റെ മാത്രം ഒരു ഡിസിപ്ലിൻ ഭാഗമല്ല, പകരം നമുക്ക് സൈക്കോളജിയുടെ ആവശ്യമുണ്ട്, ബയോളജിക്കൽ ഫാക്ടേഴ്സ് അറിഞ്ഞിരിക്കണം, അതോടൊപ്പം തന്നെ എക്കണോമിക്കൽ ഫാക്ടേഴ്സും എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഡിസിഷൻ എലമെന്റ് ആണ് ഈ ഒരു കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് നമുക്കൊരു സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസിന്റെ കാര്യം നോക്കാം. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് മനസ്സിലാക്കുന്നത്? To understand how the individual motivations, perceptions and the attitude shape the consumer behavior. അപ്പം നമ്മളുടെ ഒരു വ്യക്തിപരമായിട്ട് ഉള്ള നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ്, നമ്മളുടെ ഒരു പെർസെപ്ഷൻ, നമ്മുടെ കൾച്ചർ, ഇതൊക്കെ തന്നെ ഒരു ബൈയിങ് ഡെസിഷനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. സോ കൺസ്യൂമർ ബിഹേവിയർ പഠിക്കുമ്പോൾ നമ്മൾ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതൊരു പേഴ്സൺ ഇൻഡിവിജ്വൽ ആയിട്ട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, ഒരു സാധനം പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കും അവർ എന്തൊക്കെ നോക്കും, ഒരു യൂസ് ചെയ്യുമ്പം വാട്ട് മോട്ടിവേഷൻ ദേ ആർ ഗെറ്റിംഗ്, ഇങ്ങനത്തെ എല്ലാ സൈക്കോളജിക്കൽ ആസ്പെക്ട്സും കൺസിഡർ ചെയ്തിട്ടാണ് ഇത് വരുന്നത്. രണ്ടാമത് ബയോളജിക്കൽ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യുമെന്ന് പറഞ്ഞു. ബയോളജിക്കൽ ഫാക്ടേഴ്സ് സച്ച് ആസ് ഫിസിയോളജിക്കൽ നീഡ്സ് ആൻഡ് സെൻസറി എക്സ്പീരിയൻസ് ഓൾസോ പ്ലേ എ റോൾ ഇൻ ഇൻഫ്ലുവൻസിങ് ദി കൺസംഷൻ ബിഹേവിയർ. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷം അതിൽ നിന്നുണ്ടാകുന്ന ആ ഒരു സെൻസറി എക്സ്പീരിയൻസ് എന്താണെന്ന് പോലും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് ആവശ്യത്തിന് സാറ്റിസ്ഫാക്ഷൻ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് കിട്ടുമോ കിട്ടുന്നില്ലയോ എന്നുള്ളതെല്ലാം ചെക്ക് ചെയ്യണം. സോ അതിനൊരു ബയോളജിക്കൽ ടെസ്റ്റിംഗ് പോലും ആവശ്യമാണ്. സോ ബയോളജിക്കൽ ഫാക്ടേഴ്സ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ടു സ്റ്റഡി അണ്ടർ ദി കൺസ്യൂമർ ബിഹേവിയർ. ലാസ്റ്റ് കംസ് ദി എക്കണോമിക് തിയറീസ്. എക്കണോമിക് തിയറീസിൻ്റെ അകത്ത് പറയുന്നത് കൺസ്യൂമർ വെറുതെ പ്രൊഡക്റ്റ് വാങ്ങിക്കുമല്ല, ദേ ഹാവ് ടു യൂസ് സം കൈൻഡ് ഓഫ് മണി, അല്ലെ, അവർക്ക് അതിനാവശ്യമായിട്ടുള്ള റിസോഴ്സസ് വേണം, അതിനെ ബേസ് ചെയ്തിട്ടാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ റിസോഴ്സസ് ഇനഫ് ആയിട്ടുണ്ടോ, അത് മീറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ നമ്മുടെ മാർക്കറ്റിലുണ്ടോ, ഇതെല്ലാം തന്നെ കൺസിഡർ ചെയ്തിരിക്കണം. ഓക്കെ, ഡിമാൻഡിനനുസരിച്ച് സപ്ലൈ മാർക്കറ്റിൽ വരുന്നുണ്ടോ, ഓൾ ദോസ് ആസ്പെക്ട്സ് കംസ് അണ്ടർ ദി എക്കണോമിക് തിയറീസ്. അങ്ങനെ സൈക്കോളജിക്കൽ ആണെങ്കിലും ബയോളജിക്കൽ ആണെങ്കിലും എക്കണോമിക് ആണെങ്കിലും ഇങ്ങനത്തെ എല്ലാ ആസ്പെക്ട്സും കൂടെ കൺസിഡർ ചെയ്യുന്ന ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ആണ് നമ്മളുടെ കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയും വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഒരു മാനേജ്മെന്റിന്റെ ആസ്പെക്ട്, മാനേജർ എന്ന നിലയിൽ നമ്മൾ കൺസ്യൂമർ ബിഹേവിയർ എന്തിനാണ് പഠിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ്, ഇറ്റ് ഗിവ്സ് ആൻ ഇൻസൈറ്റ് ഇൻ ടു ദ കസ്റ്റമർ നീഡ്സ്. ഒരു കസ്റ്റമറിന്റെ ആവശ്യം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമ്മളുടെ ഈ ഒരു കൺസ്യൂമർ ബിഹേവിയർ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ്, ഇറ്റ് ഹെൽപ്സ് ദ മാനേജ്മെന്റ് ടു ടേക്ക് എഫക്റ്റീവ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. അപ്പോൾ കൺസ്യൂമർ എന്താണ് ആവശ്യം എന്നുള്ളത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അതിനനുസരിച്ചിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഒക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. അഡ്വർടൈസിങ് പോലും നമുക്കറിയാം, പണ്ട് ഇപ്പോൾ ഒരു 10 വർഷം മുന്നുള്ള അഡ്വർടൈസ്മെന്റ് സ്ട്രാറ്റജീസ് അല്ല ഇപ്പോൾ കമ്പനീസ് യൂസ് ചെയ്യുന്നത്. എങ്ങനെ ആൾക്കാരുടെ മനസ്സിലേക്ക് ഇമോഷൻസ് വഴിയും ഒക്കെ കയറി ആ പ്രോഡക്റ്റ് വാങ്ങിപ്പിക്കാം എന്നുള്ള ഒരു ആസ്പെക്ട് ഇവർ എടുക്കുന്നുണ്ട്. സോ ഓൾ ദോസ് കംസ് അണ്ടർ ബെറ്റർ സ്റ്റഡി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചവരാണ് അങ്ങനത്തെ നല്ല നല്ല അഡ്വർടൈസ്മെന്റുകൾ കൊണ്ടുവരുന്നത്. സോ അങ്ങനെ ഒരു ഡിഫറെൻറ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എടുക്കാൻ വേണ്ടിയിട്ടും കൺസ്യൂമർ ബിഹേവിയർ നമ്മൾ ചൂസ് ചെയ്യും.
നെക്സ്റ്റ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. എപ്പോഴും കമ്പനീസ് സെർച്ച് ചെയ്യുന്നത് അവർക്ക് ഒരു കോമ്പറ്റേറ്റീവ് എഡ്ജ് കിട്ടാൻ വേണ്ടിയിട്ട്. അതായത് ബാക്കിയുള്ള കമ്പനീസിൽ നിന്നും നമ്മുടെ കമ്പനി എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു അതറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കൺസ്യൂമേഴ്സിനെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. സോ അഗെയിൻ കൺസ്യൂമർ ബിഹേവിയർ ഈസ് ഇമ്പോർട്ടൻറ്റ്. ദെൻ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ. ചിലപ്പം ഒരു സ്റ്റേജിൽ, ഒരു പർട്ടിക്കുലർ സ്റ്റേജിലോ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഇയറിലോ ഒക്കെ നമുക്കൊരു പ്രൊഡക്റ്റ് ആസ് ഇറ്റ് ഈസ് അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. ബട്ട് ലേറ്റർ ഓൺ വരുമ്പം കോമ്പറ്റീഷനൊക്കെ കാരണം ആ പ്രൊഡക്റ്റിന് ചില ഇന്നോവേഷൻസും പുതിയ പുതിയ ഐഡിയാസും ചില വെറൈറ്റീസും ഒക്കെ തന്നെ ആവശ്യമായിട്ട് വരുന്ന ഒരു സ്റ്റേജ് വരും. വീനോ സാച്ചുറേഷൻ അല്ലെങ്കിൽ മെച്യൂരിറ്റി സ്റ്റേജിൽ ഒക്കെ നമുക്കിതിന് പ്രോഡക്റ്റിന് ചേഞ്ച് വേണ്ടതായിട്ട് വരും. അപ്പോൾ അത് എങ്ങനെ മാറിയാലാണ് കൺസ്യൂമർ ഇഷ്ടപ്പെടുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സോ ആ ഒരു പ്രൊഡക്റ്റ് ഇന്നോവേഷനും പുതിയ ഐഡിയാസ് കൊണ്ടുവരാനും ഒക്കെ തന്നെ കൺസ്യൂമർ ബിഹേവിയർ നെസസറി ആണ്. ലാസ്റ്റ് കസ്റ്റമർ എൻഗേജ്മെന്റ് ആൻഡ് റിട്ടൻഷൻ. ഉള്ള കസ്റ്റമേഴ്സിനെ നമ്മൾ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്ന ആസ്പെക്ട് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇങ്ങനത്തെ എല്ലാ ഫാക്ടേഴ്സും കാരണമാണ് ഈ ഒരു കോൺസെപ്റ്റിന് തന്നെ നമ്മൾ ആവശ്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് ഡെവലപ്പ് ചെയ്ത ഒരു തിയറിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. EKB മോഡൽ അല്ലെങ്കിൽ ഏഞ്ചൽ കൊലാറ്റ് ബ്ലാക്ക്വെൽ മോഡൽ എന്ന് പറയും. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോഡലാണ്. ഇതിനകത്ത് ഒരുപാട് ആസ്പെക്ട് കൺസിഡർ ചെയ്തിട്ടാണ് ഈ ഒരു മോഡൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സോ നോക്കാം. ദിസ് ഈസ് എ കൺസ്യൂമർ ബിഹേവിയർ മോഡൽ വിച്ച് കൺസിസ്റ്റ് ഓഫ് എൻ ഹോളിസ്റ്റിക് അപ്രോച്ച്. ഇങ്ങനെ പറയുന്ന പല ആസ്പെക്റ്റിൽ നിന്നും ഒരു കൺസ്യൂമർ എങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്ന കൺസ്യൂമർ മോഡലാണ് EKB മോഡൽ എന്ന് പറയുന്നത്. ദിസ് ഇസ് ഡെവലപ്ഡ് ഇൻ 1968 ബൈ JF ഏഞ്ചൽ, D.H. കൊലാറ്റ് ആൻഡ് R.D. ബ്ലാക്ക്വെൽ. ഇങ്ങനെ 3 പേര് ചേർന്ന് അവരുടെ ഫസ്റ്റ് നെയിംസ് വെച്ചിട്ടാണ് മോഡൽ വന്നേക്കുന്നത്. ഏഞ്ചൽ കൊലാറ്റ് ബ്ലാക്ക്വെൽ മോഡൽ അല്ലെങ്കിൽ EKB മോഡൽ. സോ എന്താണ് ഈ മോഡൽ പ്രപ്പോസ് ചെയ്യുന്നത്? ഇത് പറയുന്നത് ഇറ്റ് പ്രെഡിക്ട്സ് വാട്ട് ദ കസ്റ്റമേഴ്സ് ആർ ഗോയിങ് ടു ബൈ. ഒരു കസ്റ്റമർ എന്ത് വാങ്ങിക്കാൻ പോകുന്നു എന്നുള്ളതിനെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്ന ഒരു മോഡലാണ് EKB മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതൊരു കൺസ്യൂമർ ബിഹേവിയർ മോഡലാണ്. 1968 ഡെവലപ്പ് ചെയ്തതാണ്. ഹോളിസ്റ്റിക് കൺസേൺ അല്ലെങ്കിൽ ഒരു കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എല്ലാം തന്നെ കൺസിഡർ ചെയ്ത ഒരു മോഡലാണ് ഈ ഒരു EKB മോഡൽ എന്ന് പറയുന്നത്. ബാക്കിയുള്ള മോഡലിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. നോർമലി ബാക്കി എല്ലാ മോഡലുകളും കൺസ്യൂമർ ബിഹേവിയർ മോഡൽ നോക്കിയാൽ അവിടെ ഡിഫറെൻറ്റ് സ്റ്റേജസ് മാത്രമേ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റൂ. ഇവിടെ അതിൽ നിന്നും വ്യത്യസ്തമായി ദിസ് EKB മോഡൽ പുട്ട് ഫോർവേഡ്സ് 3 categories as well as 5 stages of consumer behavior. അതായത് 3 സിറ്റുവേഷനുകളെയും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ 5 സ്റ്റേജസും മെൻഷൻ ചെയ്യുന്നുണ്ട്. അതായത് ഒരു കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കണമെങ്കിൽ എന്തെല്ലാം ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യുന്നു, ആ ഒരു കൺസ്യൂമർ ബിഹേവിയറിന്റെ സ്റ്റേജസും ഈ മോഡലിനകത്ത് വ്യക്തമായിട്ട് നമുക്ക് കാണാം. സോ ആദ്യം തന്നെ 3 കാറ്റഗറീസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. പ്രസന്റ് സിറ്റുവേഷൻ, ഡിസൈർഡ് സ്റ്റേറ്റ് ആൻഡ് എ പാത്വേ ഫോർ മൂവ്മെന്റ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ. പ്രസന്റ് സിറ്റുവേഷൻ, ഡിസൈർഡ് സ്റ്റേറ്റ് ആൻഡ് ഒരു പാത്വേ ഉണ്ട്. അപ്പോൾ ഓരോന്ന് നോക്കാം. പ്രസന്റ് സിറ്റുവേഷൻ. പ്രസന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മളുടെ കസ്റ്റമറിന്റെ ആ ഒരു കറണ്ട് സിറ്റുവേഷൻ, ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ആവശ്യമായിട്ട് ഇരിക്കുവാണ്, എങ്ങനെയാണോ ആ ഒരു കറണ്ട് പൊസിഷൻ ഓഫ് ദി കസ്റ്റമർ, അതാണ് പ്രസന്റ് സിറ്റുവേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. രണ്ടാമത്തെ സ്റ്റേജ് അല്ലെങ്കിൽ കാറ്റഗറി ആണ് ഡിസൈർഡ് സ്റ്റേറ്റ്. എന്താണോ കസ്റ്റമർ ഫ്യൂച്ചറിൽ ആവാൻ ആഗ്രഹിക്കുന്നത്. ഉദാഹരണം പറഞ്ഞു തരാം. അതായത് നമ്മൾക്ക് ഇപ്പം ഒരു ലക്ഷറി ലൈഫ് ലീഡ് ചെയ്യണം എന്നുള്ളതാണ് നമ്മളുടെ ഫ്യൂച്ചർ ആഗ്രഹം. അതാണ് ഡിസൈർഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ട് സ്റ്റേറ്റിൽ നിന്നും, അതായത് പ്രസന്റ് സിറ്റുവേഷനിൽ നിന്നും ഡിസൈർഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ലക്ഷറിയസ് ലൈഫ് ആണ് ആഗ്രഹിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തായിരിക്കും നോർമലി ചെയ്യുന്നത്? അപ്പോൾ അതിന് വേണ്ടി ആവശ്യത്തിന് ഏൺ ചെയ്യാൻ വേണ്ടി നോക്കും. അതിൻ്റെ ഭാഗമായിട്ട് ലക്ഷറി കാർസ് വാങ്ങിക്കും, ലക്ഷറി വില്ലാസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ വാങ്ങിക്കുന്ന ഓരോ പ്രോഡക്ട്സും ബ്രാൻഡഡ് ആയിരിക്കും. എവറിഥിങ് വിൽ ബി ഇൻ എ ലക്ഷറിയസ് വേ. അപ്പം അങ്ങനെ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സും കാര്യങ്ങളും എല്ലാം വരുന്നതാണ് ഈ ഒരു തേർഡ് കാറ്റഗറി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് പാത്വേ ഫോർ മൂവ്മെന്റ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ. സോ പ്രസന്റ് സിറ്റുവേഷനിൽ നിന്നും ഡിസൈർഡ് സ്റ്റേറ്റിലേക്ക് നമ്മളെ എത്തിക്കുന്ന ആ ഒരു ജേർണി, അതിനുവേണ്ടി നമ്മൾ കൺസ്യൂം ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റും സർവീസസും ആണ് ഈ ഒരു തേർഡ് സ്റ്റേജും കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇങ്ങനെ 3 കാറ്റഗറീസ് ഇവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നു. ഇനിയും നമ്മൾ ഇതിൻ്റെ 5 സ്റ്റേജസിലേക്ക് പോവാം. ഫസ്റ്റ് ഇൻപുട്സ്, ഇൻഫർമേഷൻ പ്രോസസ്സിംഗ്, ദെൻ ഡിസിഷൻ പ്രോസസ്, ഡിസിഷൻ വേരിയബിൾസ് ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഇങ്ങനെ 5 ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണ് ഇതിൽ മെൻഷൻ ചെയ്യുന്നത്. സോ ഫസ്റ്റ് നോക്കാം, ഇൻഫർമേഷൻ ഇൻപുട്ട്. അപ്പോൾ ഏതൊരു കസ്റ്റമറും പ്രൊഡക്റ്റ് വാങ്ങിക്കണമെങ്കിൽ ഏറ്റവും ആദ്യം അത്യാവശ്യം പറയുന്ന
അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ വേണം. അതായത് പ്രോഡക്റ്റ് ഇപ്പോൾ നമുക്കൊരു ടൂത്ത് പേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ടൂത്ത് പേസ്റ്റിനെ കുറിച്ചുള്ള ഒരു ബേസിക് ഇൻഫർമേഷൻ ഒരു കസ്റ്റമറിന് ആവശ്യമാണ്. സോ അതാണ് ഈ ഒരു ഇൻഫർമേഷൻ ഇൻപുട്ടിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ ഓൾ കൈൻഡ്സ് ഓഫ് സ്റ്റിമുലൈ ദാറ്റ് എ പേഴ്സൺ ഈസ് എക്സ്പോസ് ടു, അതാണ് ഈ ഇൻഫർമേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദിസ് ഇൻഫർമേഷൻ വിൽ ട്രിഗർ ദ ബിഹേവിയർ പാറ്റേൺ ഓഫ് ദി പീപ്പിൾ. അപ്പം നമ്മൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഇൻഫർമേഷൻ ആണെങ്കിൽ ആ പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിക്കാനുള്ള ചാൻസസ് ആണ് കൂടുതൽ. അതേസമയം സം കൈൻഡ് ഓഫ് നെഗറ്റീവ് റിവ്യൂസ് ആണ് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് വരുന്നതെന്നുണ്ടെങ്കിൽ വി മേ റിജക്ട് ദാറ്റ് ബൈയിങ് ഡിസിഷൻ. സോ ഇൻഫർമേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദ കൺസ്യൂമർ ഇസ് എക്സ്പോസ്ഡ് ടു എ നമ്പർ ഓഫ് തിങ്സ്. അതിനുവേണ്ടി നമുക്ക് ഇൻസൈഡ് ഇൻഫർമേഷനോ എക്സ്റ്റേണൽ ഇൻഫർമേഷനോ എല്ലാം തന്നെ ഇതിൻ്റെ അകത്ത് അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറാണ്. ഇതോടൊപ്പം തന്നെ ഇൻഫർമേഷൻ്റെ അകത്ത് നമ്മൾ പ്രൈസ് നോക്കും, വാല്യൂ നോക്കും, ബ്രാൻഡ്, പ്രൊഡക്റ്റിൻ്റെ ഐഡൻറ്റിറ്റി, ഇതെല്ലാം തന്നെ ഈ ഒരു ഇൻഫർമേഷൻ ഇൻപുട്ടിൻ്റെ അകത്തെ ഫാക്ടേഴ്സ്. നെക്സ്റ്റ് സ്റ്റേജ് ഇൻഫർമേഷൻ പ്രോസസ്സിങ്. ഈ കിട്ടിയ ഇൻഫർമേഷനെ വി ഹാവ് ടു പ്രോസസ് ഇറ്റ്. ആ പ്രോസസ്സിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റേജിൽ 6 കോഗ്നിറ്റീവ് സ്റ്റൈൽസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ കോഗ്നിറ്റീവ് സ്റ്റൈൽസ് ആണ് കോൺഷ്യൻഷ്യസ്, കൺസൾട്ടേറ്റീവ്, ഇമാജിനേറ്റീവ്, വെർബൽ, വിഷ്വൽ, കൺസ്ട്രക്റ്റീവ് ആൻഡ് ലോജിക്കൽ എന്നിങ്ങനെ പറഞ്ഞ് 6 കോഗ്നിറ്റീവ് സ്റ്റൈൽസ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. സോ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചോ അതിൻ്റെ പ്രോസും കോൺസും ബെനിഫിറ്റ്സും എല്ലാം തന്നെ പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം, പ്രോസസ്സ് ചെയ്തതിന് ശേഷം മാത്രമേ ഡിസിഷൻ എടുക്കത്തുള്ളൂ. മൂവിങ് ഓൺ ടു ദ തേർഡ് സ്റ്റേജ്. ഇവിടെയാണ് ഡിസിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഡിസിഷൻ പ്രോസസ്സിന് ഒരു പ്രത്യേകതയുണ്ട്. ഡിസിഷൻ പ്രോസസ്സ് എന്ന് പറയുന്ന ആ സ്റ്റേജിൽ ക്ലിയർലി ഹൗ ദ കൺസ്യൂമർ ടേക്സ് ദ ഡിസിഷൻ, ആ ഒരു ഇനീഷ്യൽ സ്റ്റേജ് തൊട്ട് ലാസ്റ്റ് സ്റ്റേജ് വരെ മെൻഷൻ ചെയ്യുന്നു. സോ ഫസ്റ്റ് ചെയ്യുന്നത് നമ്മൾക്ക് വേണ്ടുന്ന എന്താ, അല്ലെങ്കിൽ പ്രോബ്ലം റെക്കഗ്നൈസ് ചെയ്യുന്നു. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ സെർച്ച് ചെയ്യുന്നു. ദെൻ ഇപ്പം ടൂത്ത് പേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കോൾഗേറ്റ് കേൾക്കും, പെപ്സിഡൻറ്റ് കേൾക്കും, സെൻസോഡൈൻ കേൾക്കും, അങ്ങനെ പല ഓപ്ഷൻസ് നമുക്കുണ്ട്. സോ ഓൾ ഓൾട്ടർനേറ്റീവ്സിനെ എന്ത് ചെയ്യും, ഒരു കൺസ്യൂമർ ഇവാലുവേറ്റ് ചെയ്യും. അതിനെ ബേസ് ചെയ്ത് അവരപ്പം ബെസ്റ്റ് ചോയ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്, പ്രൈസ് നോക്കും, വാല്യൂ, ബ്രാൻഡ്, ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് അവർ ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യും. ആൻഡ് ദ ലാസ്റ്റ് സ്റ്റേജ് ആണ് പോസ്റ്റ് പർച്ചേസ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഇതിന് ശേഷം ഹൗ ദേ റിവ്യൂ, അല്ലെങ്കിൽ ഹൗ ദേ ആർ ഗിവിംഗ് എ ഫീഡ്ബാക്ക് ടുവേർഡ്സ് ദാറ്റ് പ്രോഡക്റ്റ്. ഇത് ഇത്രയും അടങ്ങുന്നതാണ് ഒരു ഡിസിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡിസിഷൻ പ്രോസസ് വേരിയബിൾസ്. ഈ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേരിയബിൾസ് ആണ് കൺസിഡർ ചെയ്യുന്നതെന്നുള്ള ഇതിൽ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഡിസിഷന് വേണ്ടിയിട്ടും ഒരു പേഴ്സന്റെ ഒപ്പീനിയനും ചോയ്സസും എല്ലാം തന്നെ റെലവൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അപ്പോൾ ഡിസിഷനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളുടെ ചോയ്സും അതുപോലെ തന്നെ നമ്മളുടെ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ കൾച്ചർ, ഇമോഷണൽ സ്റ്റേറ്റ് ആൻഡ് എൻവയൺമെന്റൽ ഇൻഫ്ലുവൻസസ് എല്ലാം തന്നെ ഡിസിഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, ഇനിയും ഈ ഒരു ബാക്കിയുള്ളവർ ഈ ഒരു പ്രോഡക്റ്റ് എങ്ങനെ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ റിവ്യൂവിനെ ബേസ് ചെയ്തിട്ടും അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് വേസിൻ്റെ ഒക്കെ ഇവാലുവേഷൻ ഒക്കെ ബേസ് ചെയ്തിട്ടും നമ്മുടെ ഈ ഒരു ഡിസിഷനെ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പോൾ അതും കൃത്യമായിട്ട് ഈ മോഡലിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് സ്റ്റേജ് ആണ് പറയുന്നത് എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. എക്സ്റ്റേണൽ എൻവയൺമെന്റൽ ഇൻഫ്ലുവൻസസിന് ഇവിടെ നമ്മൾ പറയുന്ന മറ്റൊരു പേരുണ്ട് സർക്കിൾസ് ഓഫ് സോഷ്യൽ ഇൻഫ്ലുവൻസ്. അപ്പോൾ സോഷ്യൽ ഇൻഫ്ലുവൻസ് വരുന്ന ഒരു ചെറിയ ഗ്രൂപ്പ്. ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് കൾച്ചർ, സബ് കൾച്ചർ, സോഷ്യൽ ക്ലാസ്, ഫാമിലി ഒക്കെ ആണെങ്കിൽ തന്നെയും ഇച്ചിരൂടെ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് അങ്ങനത്തെ ഒരു ഡിസിഷനാണ് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസിൻ്റെ അകത്ത് കൂടുതൽ പറയുന്നത്. അതായത് ഒരു നിയർ ടു സർക്കിൾ ഉണ്ടല്ലോ, ആ ഒരു സർക്കിളിലെ ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ടാണ് ഇതിന് കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. സോഷ്യൽ ചലഞ്ചസ് ഓൾസോ ഇൻഫ്ലുവൻസ് ദി കൺസ്യൂമേഴ്സ് ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളതാണ് ഈ ഒരു മോഡലിനകത്ത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ സോ ഇത്രയുമാണ് ആ ഒരു 5 ഡിഫറെൻറ്റ് സ്റ്റേജസ് പറയുന്നത്. ഇപ്പോൾ ഇൻപുട്ട് ഉണ്ട്, ഇൻഫർമേഷൻ ഇൻപുട്ട് ഉണ്ട്, അതിൻ്റെ പ്രോസസ്സിംഗ് ഉണ്ട്, ഡിസിഷൻ പ്രോസസ്സ് ഉണ്ട്, ദെൻ ഡിസിഷൻ്റെ അകത്ത് എഫക്റ്റ് ചെയ്യുന്ന വേരിയബിൾസ് ഉണ്ട്, ആൻഡ് ഫൈനലി ദ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ്. ഈ മോഡലിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് ഇനി നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനമായി നമ്മൾ കണ്ട ഒരു കാര്യമാണ് ഡിസിഷൻ പ്രോസസ്സ്. ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെ കൃത്യമായിട്ട് ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിൽ ഡിസിഷൻ മേക്കിങ്ങിനെ മെൻഷൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് അല്ലെങ്കിൽ മാനേജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് കൃത്യമായിട്ട് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഏത് സ്റ്റേജിലാണ്, അപ്പോൾ എവിടെയാണ് അവർ ഇച്ചിരൂടെ പ്രൊമോട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. രണ്ടാമത്, it takes into account the consumer's
സൈക്കോളജിക്കൽ സ്റ്റേറ്റ്, ഒരു പേഴ്സന്റെ സൈക്കോളജിക്കൽ സ്റ്റേറ്റ് എന്താണെന്നുള്ളത് കൺസിഡർ ചെയ്യും. അവർ പ്രസന്റ് സിറ്റുവേഷനിലാണോ നിൽക്കുന്നത്, അതോ ഡിസൈഡ് സ്റ്റേറ്റിലെത്താൻ അവർ എങ്ങനെയാണ് നമ്മൾ റൂട്ട് ചെയ്യേണ്ടത്, അതെല്ലാം മനസ്സിലാവുന്നുണ്ട് ഈ ഒരു പർട്ടിക്കുലർ മോഡലിൻ്റെ അകത്ത്. സോ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. It incorporates the external factors such as opinions of family and friends. നമ്മൾ പറഞ്ഞില്ല നേരത്തെ, ഒരു ക്ലോസ് സർക്കിളിനെയാണ് എപ്പോഴും അവരുടെ ഒപ്പീനിയൻ ആയിരിക്കും എപ്പോഴും ഒരു പേഴ്സൺ കൺസിഡർ ചെയ്യുന്നത്. അവർക്ക് വിശ്വാസമുള്ള കുറച്ച് പേരുടെ ഒപ്പീനിയൻ ആയിരിക്കും എപ്പോഴും നോർമലി കൺസിഡർ ചെയ്യുന്നത്. അപ്പം അതിനാണ് കൂടുതൽ പ്രയോറിറ്റിയും കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് എ ഫീഡ്ബാക്ക് ലൂപ്പ്. ലാസ്റ്റ് നമ്മൾ പോസ്റ്റ് പർച്ചേസ് ഡിസിഷൻ്റെ അകത്തൊക്കെ പറഞ്ഞത്, ആ ഒരു ഡിസിഷൻ ബേസ് ചെയ്തിട്ട് കൺസ്യൂമർ വിൽ ഷുവർലി റിവ്യൂ അബൌട്ട് ദാറ്റ് പ്രോഡക്റ്റ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മാനേജ്മെന്റിന് അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഇവാലുവേറ്റ് ചെയ്യാനും അതിനാവശ്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് വരുത്താൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. ദെൻ ദിസ് ഇസ് എ കോംപ്രിഹെൻസീവ് വ്യൂ ഓഫ് ദി കൺസ്യൂമർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ആണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് തന്നെ ആ ഒരു പ്രൊഡക്റ്റിന് എന്തൊക്കെ വേരിയേഷൻസ് വരുത്താം, ഇമ്പ്രൂവ്മെന്റ് വരുത്താം, എന്നാലാണ് കൂടുതൽ കസ്റ്റമേഴ്സിന് നമുക്ക് കിട്ടുക, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ ഈ മോഡൽ വെച്ച് പറ്റും. അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ലിമിറ്റേഷൻസും ഉണ്ട്. സോ നെക്സ്റ്റ് നോക്കുന്നത് ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് EKB മോഡൽ. ഫസ്റ്റ് പറയുന്നത് ദ ലാക്ക് ഓഫ് കൺസിഡറേഷൻ ഓഫ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അതിൽ എല്ലാ ഫാക്ടേഴ്സിനെയും ഒന്നും കൺസിഡർ ചെയ്തിട്ടില്ല ഈ ഒരു മോഡലിൻ്റെ അകത്ത്. ഓക്കെ, വളരെ ആ ഒരു സോഷ്യൽ ഫാക്ടേഴ്സിനെ അല്ലെങ്കിൽ കൾച്ചർ ഫാക്ടേഴ്സിനെ മാത്രം കാണുന്നുള്ളൂ. അല്ലാതെ ഒരുപാട് ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യാറുണ്ട് ഒരു ബൈയിങ് ഡിസിഷന്. ടെക്നോളജി ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യാറുണ്ട്, എക്കണോമിക് ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല. 2, ലിമിറ്റഡ് ഫോക്കസ് ഓൺ ദി പ്രൊഡക്റ്റ് ഇവാലുവേഷൻ. പ്രൊഡക്റ്റിനെ മാത്രം ഇച്ചിരി കൂടെ ഫോക്കസ് ചെയ്തു. പകരം ഒരു പ്രൊഡക്റ്റിന് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ കൺസ്യൂമർ നോക്കുന്ന മറ്റൊരു കാര്യമാണ് അഡ്വർടൈസ്മെന്റും കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്ന സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സും ടൂൾസും എല്ലാം തന്നെ. അതിനെക്കുറിച്ചൊന്നും അതിൻ്റെ ഒരു എഫക്റ്റ് ഓൺ ബൈയിങ് ഡിസിഷൻ ഒന്നും ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ അതും അനദർ ലിമിറ്റേഷൻ. ദെൻ ഇൻഅഡ്വക്കേറ്റ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ. ഒരു ഫീഡ്ബാക്ക് ലൂപ്പ് ഉണ്ടെന്നല്ലാതെ അതിനപ്പുറം ആ ഒരു പോസ്റ്റ് പർച്ചേസ് ബിഹേവിയറിനെ കുറിച്ചൊന്ന് ഇലാബറേറ്റ് ചെയ്ത് മെൻഷൻ ചെയ്തിട്ടില്ല. ആൻഡ് ഫൈനലി ഇറ്റ് ഗിവ്സ് എ സിംപ്ലിസ്റ്റിക് വ്യൂ ഓഫ് ദി കൺസ്യൂമർ വളരെ ഒരു ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് സംഭവമാണ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത് തന്നെ. അല്ലെങ്കിൽ ഒരു ബൈ പർച്ചേസ് ഡിസിഷൻ എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് എ കോംപ്ലക്സ് സിറ്റുവേഷൻ. അതിന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ്, അതായത് ഒരു സാധനം വേണം, അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടുന്നു, കുറേ ചോയ്സ് നോക്കുന്നു, വാങ്ങിക്കുന്നു. ഇതിനപ്പുറമുള്ള ഒരു ഭയങ്കരമായ പെർസ്പെക്റ്റീവ്സ് ഒന്നും ഇതിൽ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. സോ EKB മോഡൽ ഇതിനകത്ത് പ്രധാനമായിട്ട് 3 കാറ്റഗറീസും 5 സ്റ്റേജസുമാണ് മെൻഷൻ ചെയ്തിരുന്നത്. 3 കാറ്റഗറീസ് എന്ന് പറയുമ്പോൾ പ്രസന്റ് സിറ്റുവേഷൻ, ഡിസൈഡ് സ്റ്റേറ്റ് ആൻഡ് ഒരു പാത്ത് വേ മെൻഷൻ ചെയ്യുന്നുണ്ട്. 5 സ്റ്റേജസും നമ്മൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തു. ഇതേപോലെ ഈ ഒരു കൺസ്യൂമർ ബിഹേവിയർ മോഡൽസ് EKB കൂടാതെ നമുക്ക് വേറെ പല മോഡൽസും ഉണ്ട്. ലൈക്ക് ബ്ലാക്ക് ബോക്സ് മോഡൽ, ഹോക്കിൻസ്റ്റേൺ ഇമ്പൾസ് ബൈയിങ് ബിഹേവിയർ ഉണ്ട്, ഹോവർഡ് ഷെർത്തിന്റെ ഉണ്ട്, നിക്കോസിയ മോഡൽ, വെബ്സ്റ്റാർ ആൻഡ് വിൻ മോഡൽ എന്നൊക്കെ പറഞ്ഞ ഡിഫറെൻറ്റ് മോഡൽസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ മോഡൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനലിൽ ഒന്ന് ഫോളോ ചെയ്താൽ മതി, നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടും. അപ്പോൾ ഇങ്ങനെ എല്ലാ ടോപ്പിക്സും തന്നെ നമുക്കൊരു നെറ്റ് എക്സാമിന് വളരെ പ്രാധാന്യമാണ്. ഓക്കെ, നമ്മൾ ചിലപ്പോൾ ഇതൊന്നും സിലബസിൽ ആസ് ഇറ്റ് ഈസ് കാണത്തില്ലായിരിക്കും. അപ്പോൾ നമ്മൾ കൂടുതൽ സെർച്ച് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും, അതായത് സിലബസ് പ്രകാരമുള്ള ഓരോ കണ്ടന്റ്സും കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് നെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റൂ. അപ്പോൾ ഇനി നിങ്ങൾക്ക് അതിനുള്ള ഒരു അവസരം എന്ന് പറയുന്നത് ഡിസംബറിലാണ് വരുന്നത്. അപ്പോൾ ആ ഡിസംബറിലെ നെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെന്റ് കൂടാതെ തന്നെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ അകത്ത് ജനറൽ പേപ്പറിന് എക്കണോമിക്സ്, ഇംഗ്ലീഷ്, കൊമേഴ്സ്, ഫിസിക്സ് എന്നുള്ള സബ്ജക്റ്റിലെല്ലാം തന്നെ നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സസിൻ്റെ പ്രത്യേകത ഓൾറെഡി നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യും, സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള നോട്ട്സ്, ഡിസ്കഷന്, ലൈവ് ക്ലാസ്സസ്, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ അപ്പോൾ തന്നെ നല്ല ചുറുചുറുക്കുള്ള മെൻറ്റേഴ്സ്, ഇതെല്ലാം തന്നെ അവൈലബിൾ ആണ്. സോ നെക്സ്റ്റ് നെറ്റ് എക്സാം മിസ് ചെയ്യാതെ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തോളൂ നമ്മളുടെ CCയുടെ നെറ്റ് കോച്ച് ക്ലാസ്സിലേക്ക്. ഓക്കെ, സോ ഇനി ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.